ഗുഡ് മോർണിംഗ്. ഇത് ICSE 10th സ്റ്റാൻഡേർഡ് ജാവ പ്രോഗ്രാമിംഗ്. ഇത് സ്ട്രിങ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിഫൈൻ എ ക്ലാസ് ടു ആക്സെപ്റ്റ് എ സ്ട്രിങ്. അപ്പോൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യാനാണ്. എന്നിട്ട് അത് സൂപ്പർ സ്ട്രിങ് ആണോ അല്ലയോ എന്ന് പറയണം. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സൂപ്പർ സ്ട്രിങ് എന്താണെന്ന് അറിയണ്ടേ. സൂപ്പർ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതിലെ അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഈക്വൽ ആകുകയാണെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർ സ്ട്രിങ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് യൂസ് ക്യാരക്ടർ ആൻഡ് സ്ട്രിങ് മെത്തേഡ്സ് ഉള്ളു. അപ്പൊ ആ ക്യാരക്ടറും സ്ട്രിങ് മെത്തേഡാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ കമ്മിറ്റ്മെന്റ് എന്നൊരു വാക്ക് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എണ്ണി നോക്കാം. ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് CA/CO 2, IT 4, N. അപ്പൊ 5 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ M പിന്നെ IT കഴിഞ്ഞൊരു M. അപ്പൊ 3 സ്മോൾ ലെറ്റേഴ്സ് E4 T5. ഈ വാക്കിൽ നമുക്ക് മനസ്സിലാവും 5 സ്മോൾ ലെറ്റേഴ്സും 5 ക്യാപിറ്റൽ ലെറ്റേഴ്സും ആണ്. അത് 2 ഈക്വൽ ആണെങ്കിൽ അത് സൂപ്പർ സ്ട്രിങ് ആണ്. ഇതിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ട് എടുക്കണം, ഒരു സ്ട്രിങ് എടുക്കണം. അതുകൊണ്ട് ബിൽറ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള സ്കാനർ വേണം. ആ സ്കാനറിൽ നിന്ന് നമ്മളൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കും. അത് ഇന്നാണ്. എന്നിട്ട് എൻ്റർ ദ സ്ട്രിങ് എന്ന് നമ്മൾ പ്രിന്റിൽ കൊടുത്ത് അതുപോലെ അത് കാണിക്കും. നെക്സ്റ്റ് ലൈനിൽ ആ സ്ട്രിങ് എടുക്കും, എസിൽ സ്റ്റോർ ചെയ്യും. അപ്പർ നിന്നും ലോവർ എന്നും പറഞ്ഞ് ഓരോ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഇന്റിജർ ആണ്. ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സീറോസ് വെച്ചിട്ടാണ്. അപ്പറും ലോവറും എന്തിനാ? അപ്പർ കൗണ്ട് ചെയ്യാനും ലോവർ കൗണ്ട് ചെയ്യാനും. നമുക്ക് അപ്പർ കേസ് ലെറ്റേഴ്സിന്റെ എണ്ണവും ലോവർ കേസ് ലെറ്റേഴ്സിന്റെ എണ്ണവും വേണമല്ലോ. അതിന് 2 ഇന്റിജർ ഡേറ്റ ടൈപ്പ് ഉള്ള അപ്പറും ലോവറും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോർ ലൂപ്പ് ആണ്. അത് 0 മുതൽ ലെങ്ത് -1 വരെ പോകും. ലെങ്ത് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് -1 വരെ. അതെന്താ അങ്ങനെ? 10 ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ 0 മുതൽ 9 അല്ലേ. അപ്പൊ അവസാനം N-1 അല്ലേ. ഇപ്പൊ ലെങ്ത് 10 എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 അല്ലേ. അതാ ഞാൻ 9 വരെ എന്ന് പറഞ്ഞു. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അത് വെച്ചിട്ട് ആ 10 ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. 10 ക്യാരക്ടേഴ്സ് എടുക്കും, എണ്ണിയെടുക്കും. നമ്മുടെ ഇവിടെ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വാക്കാണ്. ഞാനിവിടെ എൻട്രി ചെയ്തിരിക്കുന്നത് 3x5 അക്ഷരമുള്ള ഒരു സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം അതൊരു സൂപ്പർ സ്ട്രിങ് ആകുകയില്ല. എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യയിലുള്ളതാണെങ്കിൽ ഈക്വൽ ആകും. അപ്പോ ഇവിടെ ആ ക്യാരക്ടർ I എന്ന ക്യാരക്ടർ @I അതൊരു സ്ട്രിങ് ഫംഗ്ഷനാ. എസ് എന്ന് പറഞ്ഞതിൽ ഒരു സ്ട്രിങ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ കൊടുത്ത സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത് എസിലാണ്. ഇവിടെ എൻ്റെ കേസിൽ ഞാൻ ഇന്ത്യ കൊടുത്തിരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യനിൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു വാക്ക് എസിലുണ്ടാവും. ക്യാരക്ടർ I എന്ന് പറഞ്ഞാൽ അത് 0 എടുക്കും, 1 എടുക്കും, 2 എടുക്കും, 3 എടുക്കും. അത് 0 മുതൽ 9 വരെ പോകും. അതാണല്ലോ ലെങ്ത് ലെസ് ദാൻ എന്ന് പറഞ്ഞ അർത്ഥം. എന്നിട്ട് ഓരോ പ്രാവശ്യവും നോക്കും. ക്യാരക്ടർ ആണെങ്കിൽ അപ്പർ കൂട്ടും, അതല്ല ലോവർ ആണെങ്കിൽ ലോവർ കൂട്ടും. ഇഫ് ക്യാരക്ടർ ഈസ് അപ്പർ CH, ആ ആദ്യത്തെ ക്യാരക്ടർ 0-യിലുള്ളത് അപ്പർ ആണോ നോക്കും. ഇവിടുത്തെ കേസിൽ അപ്പറാണ്. കമ്മിറ്റ്മെന്റിലും അതെ, ഇന്ത്യയിലും അതെ. അപ്പൊ അപ്പർ ++ ആയി.
രണ്ടാമത്തെ കേസില് രണ്ടാമത്തതും ക്യാപിറ്റലാണ്, അപ്പർ 2 ഇവിടെ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഡി സ്മോൾ ലെറ്റർ ആണ്, ലോവർ 3 സോറി ലോവർ 1 ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, ലോവർ 1 കമ്മിറ്റ്മെന്റും M1 അതങ്ങനെ കൗണ്ട് ചെയ്യപ്പെടും. അത് ആ കമ്മിറ്റ്മെന്റ് എടുക്കുന്നെങ്കിൽ ആദ്യത്തെ സിയും ഓയുടെയും കേസിൽ അപ്പർ 1 2 എം വരുമ്പോ ലോവറും 1 2 ഐയും ടിയും വരുമ്പോ അപ്പർ 3 4 പിന്നെ എമ്മും ഇയും വരുമ്പോ ലോവർ 3 4 പിന്നെ എം ക്യാപിറ്റൽ വരുമ്പോ അപ്പർ 5 ടി സ്മോൾ വരുമ്പോ ലോവർ 5 അങ്ങനെ നമുക്കറിയാം അപ്പറും ലോവറും ഒരുപോലെയായി. അതോടുകൂടി അത് സൂപ്പർ സ്ട്രിങ് ആണെന്ന് പറയും. അത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുന്നെങ്കിൽ IUN വരുമ്പോ അപ്പറിൽ 2 സ്മോൾ ഡി ആണ്, അപ്പൊ ലോവർ 1 ക്യാപിറ്റൽ I വന്നു അപ്പർ 3 സ്മോൾ എ വന്നു ലോവർ 2 അപ്പം 3ഉം 2ഉം അത് ഈക്വൽ അല്ലല്ലോ, അതുകൊണ്ട് സ്ട്രിങ് ഈസ് നോട്ട് എ സൂപ്പർ സ്ട്രിങ് എന്ന് കാണിച്ചു. അപ്പോ 2 സംഭവം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ആ സൂപ്പർ സ്ട്രിങ് അല്ലാത്ത ഒന്ന്, പിന്നെ കമ്മിറ്റ്മെന്റ്, അതിലൂടെ കമ്മിറ്റ്മെന്റ് കൊടുത്താൽ അത് വർക്ക് ചെയ്യും, അത് സൂപ്പർ സ്ട്രിങ് ആണെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഇത് വളരെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇത് താല്പര്യമുള്ളവര് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ. എന്നെ ശ്രദ്ധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ആൾ.